അപ്പോൾ എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന ചിത്രം. വൈശാഖ് പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം വേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും പുലിമുരുകനാണ് വൈശാഖിൻ്റേതായി നമ്മുടെ പേര് കേൾക്കും ഉയർന്നു വരുന്നത്. പുലിമുരുകൻ ആദ്യത്തെ മലയാളത്തിൻ്റെ 100 കോടി, മലയാള സിനിമയ്ക്ക് 100 കോടി കടക്കാം എന്ന് നമ്മളെ കാണിച്ചു തന്ന പുലിമുരുകൻ എന്ന ചിത്രം ആണ് വൈശാഖ് സംവിധാനം ചെയ്തത്. അതിലൂടെ തന്നെ വൈശാഖ് എന്ന നായകൻ്റെ അല്ലെങ്കിൽ സംവിധായകൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ മമ്മൂട്ടിയുടെ മധുരരാജ, പോക്കിരിരാജ, സീനിയേഴ്സ് എന്ന ചിത്രം, ഇതെല്ലാം മല്ലു സിംഗ്, ഇതെല്ലാം സംവിധാനം ചെയ്ത് പ്രേക്ഷകർക്ക് എന്താ വേണ്ടത് അത് കൊടുക്കാൻ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകന് കഴിയും. അത് 100% ഉറപ്പാണ്. ആ വൈശാഖിൽ നിന്ന് പുറത്തു വരുന്ന ഓണച്ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം. റിലീസിന് മുമ്പ് തന്നെ ഇത് വമ്പൻ പ്രതീക്ഷയുണർത്തിയ ചിത്രം തന്നെയാണ്. അതിനകത്ത് പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 2 ഭാഗങ്ങളായി വരുന്ന ചിത്രത്തിൽ 2ാം ഭാഗത്തിൽ ലാലേട്ടൻ നായകനായി മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്തിൻ്റെ അന്ത്യത്തിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായി ലാലേട്ടൻ അവതരിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ കരുതുന്നത്. അപ്പം പൃഥ്വിരാജിൻ്റെ ഈ ചിത്രം ഐ ആം ഗെയിമായിട്ട് ക്ലാഷായിരുന്നു. പക്ഷേ ഐ ആം ദി ഗെയിം പേടിച്ചോ അല്ലാതെയോ മാറ്റിവെച്ചതായിട്ടാണ് അറിയുന്നത്. സെപ്റ്റംബറിലേക്ക് അത് മാറ്റിവെക്കുന്നു. അപ്പം ക്ലാഷ് റിലീഫൊന്നും ഇല്ലാതെ പൃഥ്വിരാജിൻ്റെ ചിത്രം റിലീഫ് ചെയ്യുകയാണ് 20-ാം തീയതി. വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. ബുക്കിംഗ് തുടങ്ങിയപ്പം വമ്പൻ കളക്ഷനാണ് ചിത്രം നമുക്ക് നേടിത്തരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം 24 മണിക്കൂർ ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഏകദേശം 1.5 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ തന്നെ. കേരള പ്രീസെയിൽ 1.5 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇന്നലെ ട്രെയിലർ ഇറക്കി. ട്രെയിലർ വന്നു കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ ഇത് 2.9 മില്യൺ ആൾക്കാരാണ് ഈ ചിത്രം കണ്ടത്. ഏകദേശം 29 ലക്ഷത്തോളം ആൾക്കാർ ഈ ട്രെയിലർ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് തരംഗമായ ട്രെയിലർ എന്ന് പറയുന്നത് നമ്മുടെ ഐ ആം ദി ഗെയിം എന്ന ദുൽഖറിൻ്റെ ചിത്രമാണ്. ഒരു പാൻഡിൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ അത് 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 2.1 മില്യൺ ആയിരുന്നു തീർത്തതെങ്കിൽ ഖലീഫ എന്ന ചിത്രം നിസാരമായിട്ട് അതിനെ മറികടക്കുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ഖലീഫ എന്ന ചിത്രം വൻപൻ തരംഗമായി മാറുന്നു. 20-ാം തീയതിയാണ് പടം റിലീഫാവുന്നത്. ഇതിനിടയിൽ നമ്മൾ ബുക്കിംഗ് ഒക്കെ നോക്കുമ്പം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പം തന്നെ ഇത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 1000, 1200, ചില സമയത്ത് 2000, 3000 വരെയൊക്കെ ബുക്കിംഗ് ഈ ചിത്രത്തിൻ്റേതായി ഉണ്ടാകുന്നുണ്ട്. മണിക്കൂർ ട്രെൻഡിങ്ങിലാണ് പറഞ്ഞത്. അതുപോലെ ഈ ചിത്രം നാളെ ചൊവ്വ, ബുധൻ 20-ാം തീയതിയോടെ എടുക്കുമ്പോൾ ബുക്കിങ്ങിൽ വമ്പൻ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1.5 കോടി പ്രീഫെയിൽ നേടിയ ചിത്രം വൈകാതെ തന്നെ 2 കോടിയും 2.5 കോടിയും 3 കോടിയൊക്കെ പിന്നിടും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ, പൃഥ്വിരാജ് എന്നിവർ ഒന്നിക്കുന്ന ഖലീഫ എന്ന ചിത്രം തിയേറ്ററിൽ തരംഗം തീർക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിത്രം പോസിറ്റീവ് നേടിക്കഴിഞ്ഞാൽ വേറെ ഒരു രക്ഷയില്ല, വേറെ ലെവൽ ചിത്രമായിരിക്കും. അതുപോലെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ചിത്രം കൂടിയാണ്. കാരണം പൃഥ്വിരാജിൻ്റെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിലായത്ത് ബുദ്ധയും ഐ ആം നോബഡിയൊക്കെ തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്നത് കണ്ടു. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ വൈശാഖുമായി ഒന്നിക്കുന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കൂട്ടായി ലാലേട്ടനുമുണ്ട്. ലാലേട്ടനുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ലാലേട്ടൻ്റെ ട്രെയിലറിൽ ലാലേട്ടൻ്റെ ഒരു കൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് തന്നെ ഒരു തരംഗമായി ആഞ്ഞടിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ്റെ കഥാപാത്രം അറിയാനും പൃഥ്വിരാജൻ കഥാപാത്രം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ചിത്രം ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഇടിപ്പടി മാസ് ചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മാസ് ചിത്രമല്ല, ഇടി വേണ്ട സമയത്ത് ഇടി, അല്ലാതെ ഒരു കുടുംബ ചിത്രത്തിൻ്റെ ശ്രേണിയിൽ തന്നെയാണ് ഇത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. പക്ഷേ പ്രേക്ഷകർ പറയുന്നത് ഇതൊരു ഇടിച്ചിത്രമാണെന്നുള്ള പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഹൈപ്പിനൊരു കാരണം. ഏതായാലും തിയേറ്ററിലെത്തുമ്പം ഈ ചിത്രം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുവരെ
ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഒരുപക്ഷെ 5 കോടി കഴിഞ്ഞ് 10 കോടിയൊക്കെ അടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓണസമയമാണ്. ചിത്രം പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പറയാനില്ല മക്കളെ, പിടിച്ച കിട്ടില്ല. ട്രെയിലർ കണ്ടവർ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.